അസിഡോസിസ് അല്ലെ ആൽക്കലോസിസ് നമ്മുടെ ABG ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അതായത് രണ്ട് തരത്തിൽ ഇതിനെ പറയും. ഒന്ന് റെസ്പിറേറ്ററി അല്ലെങ്കിൽ മെറ്റാബോളിക്. ഈ റെസ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കുന്ന അസിഡോസിസും ആൽക്കലോസിസും. ഇനി മെറ്റാബോളിക്കോ? മെറ്റാബോളിസം, അതായത് നമ്മൾ ബോഡിയിൽ കഴിക്കുന്ന ഫുഡിന്റെ മൂലം ഉണ്ടാകുന്ന മെറ്റാബോളിസത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ കൊണ്ടുണ്ടാകുന്ന അസിഡോസിസും ആൽക്കലോസിസും. അതായത് നമുക്കറിയാലോ, പല കണ്ടന്റും ആസിഡോ ബേസോ ഒക്കെയാണ്. നമ്മൾ കഴിക്കുന്ന എല്ലാത്തിലും ആസിഡും ആൽക്കലിയും ഒക്കെ ഉണ്ട്. നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിലെ ഫുഡിന്റെ ജ്യൂസ് തന്നെ അങ്ങനെയാണ്. കാരണം ആദ്യം സ്റ്റൊമക്കിലേക്ക് ചെല്ലുന്നു, സ്റ്റൊമക്കിൽ അസിഡിക് എൻവിറോൺമെന്റ് ആണ്, പിന്നെ അത് ഡിയോഡിനത്തിലേക്ക് ചെല്ലുന്നു, അവിടെ വെച്ച് അത് ആൽക്കലിയാക്കി മാറ്റുന്നു, കെമിക്കൽ ചേഞ്ച് റിയാക്ഷൻസ് ഉണ്ടാകുന്നു. കാരണം പാൻക്രിയാറ്റിക് ജ്യൂസും ഇതിൽ ഗോൾ ബ്ലാഡറിലെ ബൈലും ചേർന്ന് ആൽക്കലിയാക്കി മാറ്റും. എല്ലാ ആസിഡിനെയും ആൽക്കലിയാക്കിയാണ് നമ്മുടെ കുടലിലൂടെ പുറത്തേക്ക് തള്ളുന്നത്. അപ്പം അതിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടും അസിഡോസിസും ആൽക്കലോസിസും ഉണ്ടാകും. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് HCO3 എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിൽ എന്തോരം കാണും? അതായത് 22-നും 26-നും ഇടയിലാണ് ബൈകാർബ് 22-നും 26-നും ഇടയിലാണ് ബൈകാർബ് നിലനിൽക്കേണ്ടത്. അതായത് 22-നും 26-നും ഇടയിൽ നിലനിൽക്കണം. ബ്ലഡിന്റെ ആസിഡ് ബാലൻസ് എങ്ങനെ നിൽക്കണം? 7.25-നും 7.45-നും ഇടയിൽ നിലനിൽക്കണം. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര വരെ ബ്ലഡിൽ കാണാം? 35 to 45. അതായത് ഇത് കണ്ടില്ലേ, ഈ അളവ് നോക്കിയാൽ മതി. ഇനിയാണ് നമ്മൾ റെസ്പിറേറ്ററി അസിഡോസിസിനെ കുറിച്ചാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇതാണ് നോർമൽ വാല്യൂ, ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. ഈ റെസ്പിറേറ്ററി അസിഡോസിസിൽ എന്താ പറ്റുന്നത്? റെസ്പിറേഷൻ കൊണ്ടുണ്ടാകുന്ന, അതായത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള വ്യത്യാസം, അതാണ് മെയിനായിട്ട്. അപ്പം pH എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ആസിഡാണ്. കാർബൺ എന്ന് പറഞ്ഞാൽ ആസിഡാണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാലോ ആൽക്കലിയാണ്. O2 ആൽക്കലിയാണ്. ഇതാണ് ഇതിന്റെ ബേസിക്. ഒന്ന് ആസിഡാണ്, ഒന്ന് ആൽക്കലിയാണ്. എന്താണ് ആസിഡ്? കാർബൺ ഡൈ ഓക്സൈഡ്. ആൽക്കലിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്സിജനാണ്. അപ്പൊ pH കുറഞ്ഞു, റെസ്പിറേറ്ററി ആസിഡാക്കി മാറ്റുവാണ്. pH കുറഞ്ഞു, അതായത് ആസിഡിറ്റി യുടെ അളവ് കുറഞ്ഞു, അതായത് 7.35-നേക്കാളും താഴെയായി. അപ്പം നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന PCO2, അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അത് കൂടി. മനസ്സിലായോ? ഇത് കുറഞ്ഞപ്പം അസിഡിറ്റി കൂടിയപ്പം കാർബൺ ഡൈ ഓക്സൈഡ് കൂടി. കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയത് കൊണ്ടാണ് അസിഡിറ്റി ആയത്. മനസ്സിലായോ? അപ്പൊ HCO3 എന്താ? അത് ഒന്നല്ലേ ഒരു 26-ലൊക്കെ നിൽക്കും, അല്ലെങ്കിൽ അതിന് മേളിലേക്ക് പോകും, ഇച്ചിരി കയറും. കാരണം ഇതിൽ വലിയ മാറ്റമൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇവിടെയാണ് വ്യത്യാസം നോക്കുന്നത്. HCO3 വലിയ അനക്കമൊന്നുമില്ല, ചെറിയ വ്യത്യാസം. അതായത് 26-നും അതിന്റെ മേളിലേക്കും ഇച്ചിരി കയറാൻ സാധ്യതയുണ്ട്. ഭയങ്കരമായിട്ട് കയറുന്നില്ല, ചെറുതായിട്ട് കയറും. ഇനി റെസ്പിറേറ്ററി ആൽക്കലോസിസോ നേരെ തിരിഞ്ഞ സംഭവം. pH കൂടി, അതായത് 7.45-ൽ നിന്നും മേളിലേക്ക് പോയി. മനസ്സിലായോ? ആൽക്കലിയായി. അപ്പൊ എന്താ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറഞ്ഞു. കാരണം ആൽക്കലി ആയി എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ അളവ് ബോഡിയിൽ കൂടി. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറഞ്ഞു. മനസ്സിലായോ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറഞ്ഞത് കൊണ്ട് ഇത് ആൽക്കലിയായി. അപ്പോഴും ബൈകാർബിന് ഒരു ചെറിയ കുറവേ ഉണ്ടായിട്ടുള്ളൂ. മറ്റത് കൂടുതലാണെങ്കിൽ ചെറിയൊരു കുറവ്. ബൈകാർബിന്റെ അളവ് കുറയും, ഒന്നല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഒരു 22-ലായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ, ഇച്ചിരി താഴെ. വലിയ വ്യത്യാസം ഉണ്ടാകത്തില്ല. ഇനി മെറ്റാബോളിക്കിലാണ് വ്യത്യാസം. മെറ്റാബോളിക്കിൽ എന്താ സംഭവിക്കുന്നത്?
കാരണം മെറ്റാബോളിക് അസിഡോസിസ്, ആസിഡായി, ബോഡിയിലെ സംഭവം ആസിഡായി. അപ്പൊ എന്താ സംഭവം? pH ഇല്ലേ, അസിഡിക് ആണ്. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയത് കൊണ്ടല്ല ആസിഡ് ആയത്, അത് കുറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. പകരം എന്നാ HCO3 കുറഞ്ഞു കിടക്കുക. മനസ്സിലായോ? എല്ലാം കുറഞ്ഞു. സാധാരണ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കുറയേണ്ടത്, കൂടേണ്ടതാണ്. പക്ഷെ കാർബൺ ഡൈ റെസ്പിറേഷനുമായിട്ട് ബന്ധമില്ല, മെറ്റാബോളിക് ആയതുകൊണ്ട് ബൈകാർബും കുറഞ്ഞു. ബൈകാർബ് കുറയാൻ കാരണം എന്നാ? ഈ pH, ഈ ഒരുപാട് ആസിഡ് വന്നപ്പം ബൈകാർബിന് ഇതിനെല്ലാം ഫിൽട്ടർ ചെയ്ത് കളയാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതിന് പറ്റാത്ത രീതിയിൽ വീണ്ടും വീണ്ടും ആസിഡ് ബോഡിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്ക് അന്നേരമാണ് ഇൻസുലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇൻസുലിന്റെ പണി എന്താ? ഇൻസുലിന്റെ പണി നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഗ്ലൂക്കോസിനെയും, ചെല്ലുന്ന ഗ്ലൂക്കോസിനെയൊക്കെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുക. സ്റ്റോർ ചെയ്യുന്ന പരിപാടി ഇൻസുലിന്റെ പരിപാടിയാണ്. അപ്പൊ ഇൻസുലിൻ പണി മുടക്കി. അതാണ് ഡയബറ്റിക് പേഷ്യന്റിനാണ് ഇത് കൂടുതൽ കാണുന്നത്. ഇൻസുലിൻ പണി മുടക്കി. ഇൻസുലിൻ പണി മുടക്കിയപ്പം ബോഡിക്ക് സെല്ലിന് ന്യൂട്രീഷൻ വേണം, ഗ്ലൂക്കോസ് വേണം. അതെന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോട്ടീനെ എടുത്ത് ഗ്ലൂക്കോസ് ആക്കും. ഗ്ലൂക്കോസ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് കീറ്റോൺ ബോഡീസ് എന്ന് പറഞ്ഞൊരു ഒരു പ്രോട്ടീൻ മെറ്റാബോളിസത്തിന്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, അല്ലെ ഫാറ്റ് മെറ്റാബോളിസത്തിന്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കീറ്റോൺ ബോഡീസ്. ഈ കീറ്റോൺ ബോഡി എന്ന് പറഞ്ഞാൽ അസിഡിക്. അപ്പൊ ഇവിടെ നിന്നും ആസിഡ് ഇങ്ങനെ ഒരുപാട് വന്നുകൊണ്ടാണ് ഇത് pH കുറഞ്ഞു പോയത്. അപ്പൊ കുറഞ്ഞു പോയപ്പം അതിനെ കൺട്രോൾ ചെയ്യേണ്ട ബൈകാർബിന് പൊങ്ങാൻ പറ്റിയില്ല. ബൈകാർബിൽ നിന്ന് എടുത്താണ്. അപ്പൊ ബൈകാർബും താന്നു പോയി. ബൈകാർബ് താന്നു പോയിട്ടും വേറെ ഭാഗത്ത് നിന്ന് ആസിഡിക് എൻവറോൺമെന്റ് ഇവിടെ ഉണ്ടായി. ഇനി അടുത്താണ് മെറ്റാബോളിക് ആൽക്കലോസിസ്. അതായത് മെറ്റാബോളിക് ആൽക്കലോസിസ് pH കൂടി, അസിഡിക് എൻവറോൺമെന്റ് ആണ്, അസിഡിന്റെ അളവ് ബോഡിയിൽ കൂടി. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് കുറയേണ്ടതായിരുന്നു. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഓക്സിജന്റെ അളവ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും കൂടി തന്നെയാണ് നിൽക്കുന്നത്. കാരണം ആൽക്കലോസിസ് ആയതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ശരിക്കും പറഞ്ഞാൽ കുറയേണ്ടതായിരുന്നു. അല്ല, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടേണ്ടതായിരുന്നു. ഒരു പരിധി കൂടുതൽ കൂടേണ്ടതാണ്, അല്ല കുറയേണ്ടതാണ്. പക്ഷെ അതും കൂടി തന്നെയാണ് നിൽക്കുന്നത്. മനസ്സിലായോ? pH കൂടിയാണ് നിൽക്കുന്നത്. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് ഇച്ചിരി കുറഞ്ഞായിരുന്നു വരേണ്ടത്, പക്ഷെ വന്നില്ല, അതും കൂടിയാണ് നിൽക്കുന്നത്. കൂടി. അപ്പം സ്വാഭാവികമായിട്ട് ബൈകാർബ് എന്താ? അതും കൂടിയാണ് നിൽക്കുന്നത്. ഇതാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. ആൽക്കലൈൻ ആയിട്ട് മാറിയേക്കുവാണ്. pH കൂടിയേ നിൽക്കുന്നത്. പക്ഷെ ഇതിനെ കുറയ്ക്കാനുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിയിലേക്ക് വരണ്ട. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നില്ല, കൂടി തന്നെ നിൽക്കുന്നത്. കുറഞ്ഞല്ല നിൽക്കുന്നത്, കൂടി തന്നെ നിൽക്കുന്നത്. ഇതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റിനെ എല്ലാം നശിപ്പിച്ചു കളയാൻ ബൈകാർബ് ശരിക്കും പറഞ്ഞാൽ കുറയ്ക്കാനുള്ള പണി ചെയ്യേണ്ട ഇല്ല, അതും കൂടിയാ നിൽക്കുന്നത്. കാരണം എവിടുന്നോ ആൽക്കലി ബോഡിയിൽ അമിതമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അത് കൂടുതലായിട്ട് സിവിയർ വോമിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ആൽക്കലോസിസ് ഉണ്ടാകുന്നത്. കാരണം ഡൈജസ്റ്റീവ് ചാർജിലെ എല്ലാ ആസിഡും വോമിറ്റ് ചെയ്ത് പോയി. അപ്പം എല്ലാം വോമിറ്റ് ചെയ്ത് പോയപ്പം ആസിഡ് എല്ലാം പുറത്തേക്ക് പോയപ്പം സ്വാഭാവികമായിട്ട് ആൽക്കലി ആയി മാറി. അപ്പൊ ആൽക്കലി എൻവറോൺമെന്റ് ആണ് ബോഡിയിലുള്ളതെല്ലാം. അതുകൊണ്ട് കുറയേണ്ടതിന് പകരം ഇത് കൂടി തന്നെയാണ് നിൽക്കുന്നത്. ബൈകാർബിന്റെ കൂട്ടലാണ് ഇവിടുത്തെ പ്രശ്നം. ഒപ്പം എല്ലാം കൂടിയാണ് നിൽക്കുന്നത്. BCO2 കൂടിയാണ് നിൽക്കുന്നത്. ആസിഡ് ബാലൻസും കൂടിയായിരിക്കുന്നത്. ആസിഡ് അല്ല, ആൽക്കലൈൻ pH കൂടി നിൽക്കുവാണ്. അപ്പൊ ആൽക്കലൈൻ ആയിട്ടാണ് ബ്ലഡ് കൂടുതൽ നിൽക്കുന്നത്. ഇത് കൂടി നിന്നിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് കൂടി നിന്നിട്ടും ഇതാണ് ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം.